ഖത്തറിലെ ആദ്യത്തെ ബയോമെഡിസിൻ റിസർച്ച് ലബോറട്ടറി ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് IFBR തലവൻ ഫിലിപ്പ് ഫ്രോജിൻ വ്യക്തമാക്കി. പ്രമേഹ രോഗമുക്തമായ രാജ്യം എന്ന താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാബ് ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇത്തവണ ഹജ്ജ് വേളയിൽ മശായിർ മെട്രോ സേവനം 3.7 ലക്ഷം തീർത്ഥാടകർക്ക് ലഭ്യമാകും. ഹജ്ജ് മന്ത്രാലയം ട്രാൻസ്പോർട്ടിംഗ് വിഭാഗം മേധാവി എഞ്ചിനീയർ അബ്ദുറഹ്മാൻ ഇന്ത്യാജാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മൊത്തം 5 ലക്ഷം തീർത്ഥാടകർക്ക് സേവനം ലഭിക്കുന്നതാണ് മെട്രോ പദ്ധതി. എന്നാൽ ഇത്തവണ മുഴുവൻ പ്രവർത്തനക്ഷമതയുടെ 75% മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് കരുതുന്നത്. 3 വർഷം മുമ്പാണ് മശായിർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഹജ്ജിന് മുന്നോടിയായി മിന, മുസ്തലിഫ, അറഫ എന്നിവിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ജലവിതരണം, വൈദ്യുതി, അഗ്നിശമന സംവിധാനം, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയവ കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്തുന്ന ജോലികളാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുവരുന്നത്. തീർത്ഥാടകർ തങ്ങുന്ന തമ്പുകളിൽ ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് നിരവധി തൊഴിലാളികൾ രംഗത്തുണ്ട്. അറഫ മുതൽ മിന വരെയുള്ള സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും പുരോഗമിക്കുന്നു. കുവൈറ്റിൽ വർഷത്തിൽ 400 പേർ വീതം റോഡ് അപകടങ്ങളിൽ മരിക്കുന്നതായി റിപ്പോർട്ട്. വാഹനങ്ങളുടെ ബാഹുല്യം റോഡുകൾക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരട്ടിയിലധികമെന്നാണ് കണക്കുകൾ. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് രാജ്യത്തെ വാഹന പെരുപ്പത്തിന് കണക്കുകൾ ഉള്ളത്. ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് 17,34,314 വാഹനങ്ങൾ നിരത്തിലോടുന്നുണ്ട്. രാജ്യത്തെ റോഡുകൾക്ക് ഉൾക്കൊള്ളാനാവുന്ന പരമാവധി വാഹനങ്ങളുടെ എണ്ണം 8 ലക്ഷമാണെന്നിരിക്കെയാണ് ഇരട്ടിയിലധികം വാഹനങ്ങളുമായി കുവൈറ്റ് നിരത്തുകൾ ശ്വാസം മുട്ടുന്നതായി ട്രാഫിക് വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം നിരത്തിലിറങ്ങിയത് 90,000 വാഹനങ്ങളാണ്. ഈ വർഷം ഓഗസ്റ്റ് വരെ 40 ലക്ഷത്തിനടുത്ത് ഗതാഗത നിയമലംഘനങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഒരു ദിവസം ശരാശരി 10,000 വാഹനങ്ങൾ റോഡ് നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ മണിക്കൂറിൽ 424 ഗതാഗത നിയമലംഘനങ്ങളുടെ ശരാശരി കണക്ക്. വാഹനാപകടങ്ങളിൽ വർഷത്തിൽ 400 പേർ മരണപ്പെടുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അടിയന്തരമായി കൂടുതൽ മേൽപ്പാലങ്ങളും സമാന്തര പാതകളും ഉണ്ടാക്കണമെന്ന നിർദ്ദേശവും റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. അതേസമയം പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങാൻ ട്രാഫിക് വിഭാഗം ഒരുങ്ങുന്നതായാണ് സൂചന. 4 മാസത്തിനിടെ ഗതാഗത രംഗത്ത് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും ഏറെ ബുദ്ധിമുട്ടിലാക്കിയത് പ്രവാസി സമൂഹത്തെയായിരുന്നു. രാജ്യത്ത് അവിഹിത മാർഗങ്ങളിലൂടെ 40,000-ഓളം വിദേശികൾ ലൈസൻസ് സമ്പാദിച്ചതായി കഴിഞ്ഞ ദിവസം ട്രാഫിക് മേധാവി വെളിപ്പെടുത്തിയിരുന്നു. അതിനിടെ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തിയ പോലീസ് ഒരാഴ്ചക്കിടെ നിയമം ലംഘിച്ച 354 പേരെ അറസ്റ്റ് ചെയ്യുകയും 776 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. ഫ്രഞ്ച് ഗയാനയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഖത്തർ വിക്ഷേപിച്ച സുഹേൽ 1 ലോക സ്പേസ് ടെക്നോളജി രംഗത്തെ ഖത്തറിന്റെ മികച്ച സംഭാവനയാണെന്ന് ആഗോള സാറ്റലൈറ്റ് കമ്പനികൾ അഭിപ്രായപ്പെട്ടു. സുഹേൽ സാറ്റ് വിക്ഷേപണത്തിന് തൊട്ടുമുമ്പായി ഫ്രഞ്ച് ഗയാനയിലെ കൺട്രോൾ സ്റ്റേഷനിൽ ഒരുമിച്ച് കൂടിയ സ്പേസ് രംഗത്തെ വിദഗ്ധർ ഖത്തറിന്റെ പരിശ്രമത്തെ അഭിനന്ദിച്ചു. സാങ്കേതിക വിജ്ഞാനത്തിന് ശക്തി പകരുന്ന സ്പേസ് രംഗത്തെ പുതിയ അംഗമായി ഖത്തറിനെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബഹിരാകാശ വിദഗ്ധർ പറഞ്ഞു. മലയാളി സ്പെഷ്യൽ ഭക്ഷണമൊരുക്കിയും കേരള വസ്ത്രമണിഞ്ഞ് ഭക്ഷണം വിളമ്പിയും വ്യത്യസ്തമായി ദുബൈയിലെ കറാമയിലെ കേരള ഹോട്ടലിൽ സീ ഫുഡ് ഫെസ്റ്റിവൽ. മലയാളക്കരയിലെ ഭക്ഷണരീതിയും വസ്ത്രശൈലിയും പരിചയപ്പെടുത്തുന്നതായിരുന്നു കേരള കിച്ചൺ ഹോട്ടൽ ബൊനാൻസ എന്ന പേരിൽ നടത്തിയ ഫെസ്റ്റിവൽ. കടൽ കടന്നെത്തിയ മലയാളികൾ ഉൾപ്പെടുന്നവർക്കിടയിൽ ഫെസ്റ്റിവൽ കേരളത്തനിമ പകർന്നു നൽകി. വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങൾ കൊണ്ടൊരുക്കിയ വിഭവങ്ങൾക്ക് പുറമെ നാടൻ ശൈലിയിലുള്ള തട്ടുകടകളും ഇവിടെ ഒരുക്കിയിരുന്നു. നാട്ടുമ്പുറങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കുഞ്ഞനന്ദന്റെ കടയും സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അറ്റ്മോസ്ഫിയർ കൊടുത്തൊരു കേരള അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഇവിടെ സെർവ് ചെയ്യുന്നവരൊക്കെ കല്ലുകൊണ്ടൊക്കെ എടുത്ത് നമുക്കൊരു നാടൻ ശൈലിയിൽ കലം ബിരിയാണി, പിന്നെ വെറൈറ്റി എല്ലാം, പ്രോൺസ് ആണെങ്കിൽ സുന്ദരി പ്രോൺസ്, അങ്ങനെ ഒരുപാട് ഫിഷ് ഐറ്റംസ് എല്ലാം നല്ല നമ്മുടെ നാട്ടിലെ. ലുങ്കി തുണിയും ബനിയനും ധരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുന്നവരും കടയുടെ കേരളത്തനിമക്ക് മാറ്റുകൂട്ടി. നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മലയാളി കുടുംബങ്ങളാണ് ഇവിടുത്തെ പ്രധാന സന്ദർശകർ. ഒരാഴ്ച നീണ്ടുനിന്ന സീ ഫുഡ് ഫെസ്റ്റ് ഇന്നാണ് അവസാനിക്കുന്നത്. ഫെസ്റ്റിനെ സംബന്ധിച്ച് കടയുടമകളും ഏറെ തൃപ്തരാണ്. കേരളത്തിലെ ഒരു നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ഒരു സ്റ്റൈലിൽ, അതേ ഒരു ടേസ്റ്റിൽ ആണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയതും പിന്നീട് തുടരാൻ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടായത് ഈ ഗസ്റ്റിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. സൗദിയിൽ നിന്ന് UAE-യിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹം ശക്തം. മേഖലയിലെ മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ സഞ്ചാരികൾ സൗദിയിൽ നിന്ന് UAE-യിൽ എത്തുന്നതായാണ് കണക്കുകൾ.
ഈ വർഷം മാത്രം സൗദി സഞ്ചാരികളുടെ എണ്ണത്തിൽ 14% വർധന. സൗദിക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും UAE-യിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നബൂലസ് നഗരത്തിലെ റോഡിന് കുവൈത്ത് കവിയുടെ പേര്. പ്രശസ്ത കുവൈത്ത് കവി അബ്ദുൽ അസീസ് അൽ ബാബ്തേന്റെ പേര് നൽകാൻ നഗരസഭ ഐക്യകണ്ഠേന തീരുമാനമെടുക്കുകയായിരുന്നു. മേയർ ഗസാൻ ഷായിഖ് നാമകരണ ചടങ്ങിൽ കവി പങ്കെടുക്കുമെന്ന് അറിയിച്ചു. വേനൽ ചൂടിൽ തൊഴിലാളികൾക്ക് സമാശ്വാസം പകർന്ന് ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഉച്ചവിശ്രമ നിയമത്തിന്റെ പരിധി ഇന്നത്തോടെ അവസാനിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് കർശനമായി വിലക്കുന്നതായിരുന്നു ഈ നിയമം. 2007 മുതലാണ് ബഹ്റൈനിൽ ഈ നിയമം നിലവിൽ വന്നത്. നിയമം കർശനമായി നടപ്പിലാക്കിയതോടൊപ്പം നിയമലംഘനം നടത്തുന്ന തൊഴിൽ സ്ഥാപനങ്ങൾക്ക് പിഴയും ഏർപ്പെടുത്തിയിരുന്നു. ആരോഗ്യ മന്ത്രാലയവും വിവിധ സർക്കാർ ഏജൻസികളും ഈ വിഷയത്തിൽ ബോധവൽക്കരണവും നടത്തിയിരുന്നു. ബഹ്റൈനിൽ പുനരാരംഭിച്ച LMRA ഫീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബഹ്റൈൻ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ മുതൽ ഫീസ് ഏർപ്പെടുത്തുന്നത് നിലവിലെ അവസ്ഥയിൽ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയായി തീരുമെന്നും ഫീസ് പുനരാരംഭിക്കൽ അടുത്ത വർഷത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസിലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന് UAE പരിസ്ഥിതി ജലം മന്ത്രാലയം അറിയിച്ചു. ഗുണമേന്മ കുറഞ്ഞതും ശരീരത്തിന് ദോഷകരവുമായ ചില ന്യൂസിലാൻഡ് ഉൽപ്പന്നങ്ങൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൂടെ UAE-യിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉൽപ്പന്നങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് മന്ത്രാലയം വിധേയമാക്കിയത്. ലെബനനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് തങ്ങളുടെ പൗരന്മാർക്ക് കുവൈത്ത് നിർദ്ദേശം നൽകി. നിലവിൽ ലെബനനിൽ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തര സംഘർഷത്തോടൊപ്പം അമേരിക്കയുടെ സിറിയൻ ആക്രമണ പദ്ധതി കൂടി മുന്നിൽ കണ്ടാണ് ലെബനനിലെ കുവൈറ്റ് എംബസി പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സിറിയയിൽ ആക്രമണമുണ്ടായാൽ അയൽ രാജ്യമായ ലെബനനിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായേക്കുമെന്ന ആശങ്കയിൽ ബഹ്റൈൻ എംബസിയും തങ്ങളുടെ പൗരന്മാരോട് സ്വദേശത്തേക്ക്